ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണും. UDF യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് UDF ചെയർമാനെ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം എന്നുള്ള നിലയിൽ അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവസാനം അവരെടുക്കുന്ന തീരുമാനം UDF കക്ഷികൾ അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ സാഹചര്യം, അങ്ങനെയാണല്ലോ പൊളിറ്റിക്കൽ മെത്തേഡ്. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആശയവിനിമയം ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. UDF ചെയർമാനായിട്ടും സംസാരിച്ചിരുന്നു. അവരുടെ അവസാന തീരുമാനം അവർ തങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരം ഷെയ്ഖ് സിയാബ് തങ്ങളെ അവർ അറിയിച്ചിരുന്നു പ്രഖ്യാപനത്തിൻ്റെ മുമ്പ്. മറ്റു ഘടകകക്ഷികളെയും അറിയിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാം സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പാലിച്ച് അവർ എടുത്ത തീരുമാനമാണ്. അവർക്ക് തീരുമാനം എടുക്കാൻ പിന്നെ അവകാശമുണ്ടല്ലോ, അത് ആ തീരുമാനം അവരെടുത്തു, അത്രേ ഉള്ളൂ. ഈ സ്ഥാനാർത്ഥിയുടെ സാധ്യത എങ്ങനെയാണ്? അല്ല, സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത ഉണ്ട്. കാരണം സ്ഥാനാർത്ഥി എപ്പോഴും ഒരു മുന്നണിയുടെ പ്രതിനിധിയല്ലേ. അവിടെ UDF നല്ല വിജയ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ഇല്ല. ഇപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം ഉണ്ട് എന്നാണ് ഞങ്ങളെ വിലയിരുത്തൽ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പല്ലേ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ 60,000-ലധികം ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ലേ. സ്വാഭാവികമായി UDF മേൽക്കൈ ഉണ്ട്. UDF സ്ഥാനാർത്ഥി വിജയിക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ കണ്ടല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അൻവർ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, VS ജോയിയുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ ജോയിയുടെ പേര് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പേരിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പല പേരുകൾ ഉണ്ടാവല് ഇലക്ഷൻ തീരുമാനത്തിന് മുമ്പ് സ്വാഭാവികമല്ലേ. അതിലെന്താ പുതുമ? ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം പേരുകൾ വരും, അത് ചർച്ച ചെയ്യും, ഓരോ കക്ഷികൾ ഓരോ നിലപാട് പറയും. അൻവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ആണല്ലോ. അൻവറിൻ്റെ അത് പറയാൻ, അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അവസാനം അതിലൊരു സമന്വയം ഉണ്ടാവും. ആ നിലയിലാണല്ലോ കാര്യങ്ങൾ പോവുക. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. UDF ഒരു തീരുമാനമെടുത്തു. അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായി ഒരു സമന്വയം ഉണ്ടാവും എന്നാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനിൽ പിന്നെ എനിക്ക് തോന്നുന്നത് UDF ഒറ്റക്കെട്ടായിരിക്കും. അൻവർ UDF സഹകരിക്കും എന്നാണ് പറയുന്നത്. അൻവർ പറഞ്ഞേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ. അപ്പം അൻവർ ഇപ്പോഴും വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് VS ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഷൗക്കത്തിന് ഒരിക്കലും പിണറായി വിജയനെ തോൽപ്പിക്കാനാകില്ല എന്ന കാര്യവും പറയുന്നുണ്ട്. കാരണം ഇടതുപക്ഷവുമായി അത്ര അടുത്ത് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുന്ന ഒരാളാണ് എല്ലാവർക്കുമുള്ള കാര്യങ്ങൾ. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാത്രമല്ല സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് നന്നായി എൻ്റെ ലിമിറ്റിൽ നിൽക്കാൻ അറിയാം. ഞാൻ എൻ്റെ ലിമിറ്റുകളൊന്നും ക്രോസ് ചെയ്യില്ല. അതൊന്നും ഞാൻ മറുപടി പറയേണ്ട ക്വസ്റ്റ്യൻസ് അല്ല. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് പിന്നെ കോൺഗ്രസിനോട് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെട്ടവരോട് ചോദിക്കാം. അൻവർ ധാരാളം ചർച്ച നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ UDF കോഴിക്കോട് ചേർന്ന UDF പിന്നെ അൻവറിനെ സംബന്ധിച്ചുള്ള ചർച്ച വിശദമായി നടന്നല്ലോ. അതിനുശേഷമുള്ള നിലപാട് UDF പറയുകയും ചെയ്തു. UDF ചെയർമാൻ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പല ചർച്ചകളും പല തട്ടിൽ നടന്നിട്ടുണ്ട്, നടക്കുക സാധാരണയാണ്. അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടാവും. ഇനി എല്ലാവരും ഒരു തീരുമാനത്തിലേക്ക് വരും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. UDF നല്ല വിജയ സാധ്യത തന്നെയാണ് നിലമ്പൂരിലുള്ളത്. UDF ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. PV അൻവർ UDF പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം.